തലസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഡ്രോൺ ഷോ ഇന്ന് നടക്കും. പാളയത്തെ ആകാശത്ത് വൈകിട്ടോടെ ഡ്രോണുകൾ ഉയരും. തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഡ്രോൺ പ്രദർശനം. അനന്തപുരിയുടെ ആകാശം വീണ്ടും വർണ്ണാഭമാകാൻ ഒരുങ്ങുകയാണ്. തലസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി 1000 ഡ്രോണുകൾ ഒരുമിച്ച് പ്രകാശം പരത്തും. ആ പ്രകാശ ചിത്രം വരയ്ക്കുന്നത് ഓണത്തിന്റെ സാംസ്കാരിക തനിമയും നവകേരളത്തിന്റെ വികസന സ്വപ്നങ്ങളുമായിരിക്കും. 2D 3D രൂപങ്ങളിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, സർവകലാശാല സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ പ്രകാശവിസ്മയം തീർക്കും. ലോകത്തെ വിദേശ രാഷ്ട്രങ്ങളിൽ ചിലതിലൊക്കെ ഇത്തരം ഡ്രോൺ ഷോകൾ വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന്. അത് ഇത്തവണത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ്. ഒരു ആകാശ അത്തപ്പൂക്കള കാഴ്ചയായിരിക്കും തിരുവനന്തപുരത്ത് പാളയത്ത് ആകാശത്ത് കാണാനാവും. ഇന്നു മുതൽ ഞായർ വരെ ഡ്രോൺ ഷോ നടക്കും. രാത്രി 8:45 മുതൽ 9:15 വരെയാണ് ആകാശവിസ്മയം. കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും ജനങ്ങൾക്ക് പരിപാടിക്ക് സാക്ഷിയാകാം. മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായ പാളയത്തെ പള്ളി, അമ്പലം, മോസ്ക് എന്നിവയുടെ ആകാശത്തിലാണ് ഈ വിസ്മയ കാഴ്ച എന്നുള്ളത് പരിപാടിയെ വീണ്ടും പകിട്ടേറിയതാക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.